രണ്ട് സുവിശേഷങ്ങളുണ്ടോ? അതായത് പൗലോസിൻ്റെ സുവിശേഷവും വേഴ്സസ് യേശുവിൻ്റെ സുവിശേഷവും, വിജാതീയരോടുള്ള സുവിശേഷവും വേഴ്സസ് യഹൂദരോടുള്ള സുവിശേഷവും. അങ്ങനെ രണ്ട് തരത്തിലുള്ള സുവിശേഷങ്ങളുണ്ടോ? എന്താണ് ഇങ്ങനെയുള്ള പഠിപ്പിക്കലിൻ്റെ പ്രശ്നം? ഇനി എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ബൈബിൾ എക്സ്പോസിഷൻ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഈ ഒരു സന്ദേശം പതിവിലും ലോങ്ങർ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചാപ്റ്റേഴ്സ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈസി വ്യൂയിങ്ങിന് വേണ്ടി. പിന്നെ അതുപോലെ ഇപ്രകാരമുള്ള റോങ് ആയിട്ടുള്ള ടീച്ചിങ് ഹോൾഡ് ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ ഈ സന്ദേശം ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അത് മുഴുവൻ കാണുവാനും പറയണം. അല്ലാതെ 2-3 മിനിറ്റ് കണ്ടിട്ട് കമൻ്റ് എഴുതുവാൻ വേണ്ടി തുടങ്ങരുത്. മുഴുവൻ കാണുകയും എന്താണ് സത്യമെന്നുള്ളത് മനസ്സിലാക്കി ആ സത്യത്തോട് ചേരുവാൻ അനേകർക്ക് ഇടയാകട്ടെ. അപ്പോൾ ഈ ഒരു തെറ്റായിട്ടുള്ളൊരു ഉപദേശം, അതായത് രണ്ട് സുവിശേഷങ്ങൾ, രണ്ട് തരത്തിലുള്ള സുവിശേഷങ്ങൾ ഉണ്ട് എന്നുള്ളത് അനേക ബൈബിൾ വിശ്വസിക്കുന്ന സഭകളിലെല്ലാം തന്നെ ഇത് പെനിട്രേറ്റ് ചെയ്ത് കയറിയിട്ടുണ്ട്. ഈ ഉപദേശം പിൻപറ്റുന്നവർ അതാത് സഭകളിൽ തന്നെ നിന്നുകൊണ്ട് വളരെ സറ്റ്ലിയായിട്ട്, അതായത് വളരെ സാവകാശം അവരുടെ ആ ഐഡിയാസ് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കും. ചിലർ ഇപ്രകാരമുള്ള ഉപദേശങ്ങളുടെ ചുറ്റിനും സഭകൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. ഇപ്രകാരമുള്ളവർ, അതായത് ഇപ്രകാരമുള്ള ഈ ഒരു ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർ പറയുമായിരിക്കും അവർ ഗ്രേസ് ഗോസ്പൽ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമാണെന്ന്. അവരുടെ ഭാഷ കറക്റ്റാണെന്ന് തോന്നും. അവരുടെ ആർഗ്യുമെൻറ്റുകൾ മറ്റുള്ളവരെ കൺഫ്യൂഷനിലും ആക്കും. ഇനിയും ഇപ്രകാരമുള്ളവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അവർ ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് പൗലോസിൻ്റെ സുവിശേഷവും യേശുവിൻ്റെ സുവിശേഷവും, കൃപയുടെ സുവിശേഷവും നിയമത്തിൻ്റെ സുവിശേഷവും, ജാതികളോടുള്ള സുവിശേഷവും യഹൂദരോടുള്ള സുവിശേഷം, പൗലോസിൻ്റെ സുവിശേഷവും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു തെറ്റായിട്ടുള്ള പഠിപ്പിക്കലിൻ്റെ പേര് തന്നെ ബുള്ളിങ്ങറിസം എന്നാണ്. കാരണം E.W. ബുള്ളിങ്ങർ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് തുടക്കം കുറിച്ചത്. ബൈ ദ വേ, H.A. അയൺസൈഡ് എന്ന് പറഞ്ഞ തിയോളജിയൻ, അതായത് വേദശാസ്ത്രജ്ഞനും ബൈബിൾ ടീച്ചറും പാസ്റ്ററും പ്രാസംഗികനും എഴുത്തുകാരനും ഒരു മുഴുവൻ പുസ്തകം തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു തെറ്റായിട്ടുള്ള ഉപദേശം എങ്ങനെ തിരിച്ചറിയാം, അതിനെ എങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ആ പുസ്തകം ഓൺലൈനിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ഞാൻ ആ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ അത് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. അപ്പോൾ ഈ ഒരു തെറ്റായിട്ടുള്ള പഠിപ്പിക്കലിൻ്റെ ആരംഭം, റൂട്ട്സ് എവിടെയാണ്? ഇതിൻ്റെ റൂട്ട്സ് 19-ാം നൂറ്റാണ്ടിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ E.W. ബുള്ളിങ്ങർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. പിന്നീട് അതിനെ 20-ഉം 21-ാം നൂറ്റാണ്ടിൽ മോഡിഫൈ ചെയ്ത്, പ്രത്യേകിച്ച് ലെസ് ഫെൽഡിക് എന്ന് പറഞ്ഞ ഒരു റേഡിയോ പ്രീച്ചറും ഒരു യൂട്യൂബിലൂടെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനെ ഒത്തിരിയും പബ്ലിസിറ്റി കൊടുത്തത്. പിന്നെ അതിൽ നിന്നാണ് നമ്മുടെയൊക്കെ ഇവിടെ ഉള്ളവർ അതിനെ എടുത്ത് അവരുടെ പഠിപ്പിക്കലായിട്ടുള്ള രീതിയിൽ അവരത് മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇപ്രകാരമുള്ളവർ എന്താണ് വിശ്വസിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. യേശുവും, അതായത് ഇവർ പഠിപ്പിക്കുന്നത് യേശുവും അപ്പോസ്തോലന്മാരും പ്രസംഗിച്ചത് യഹൂദരോടുള്ള ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ്. പൗലോസിന് ഈ യഥാർത്ഥ സുവിശേഷത്തിൻ്റെ വെളിപ്പാട് ലഭിച്ചു. അതെന്താണ്? വിജാതീയരോടുള്ള കൃപയുടെ സുവിശേഷം. ഈ ഒരു ചേഞ്ച് നടന്നത് അപ്പോസ്തലപ്രവർത്തികൾ 9-ലോ അല്ലെങ്കിൽ 13-ലോ. ബുള്ളിങ്ങർ പറഞ്ഞു അപ്പോസ്തലപ്രവർത്തികൾ 28-ലാണ് ഈ ചേഞ്ച് നടന്നതെന്ന്. അങ്ങനെയാണ് ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന ആ ഒരു കാര്യം വരുന്നത്. അതായത് അവർ പറയുന്നത് ഡിസ്പെൻസേഷൻസ്, ഞാനത് തൊട്ട് താഴോട്ട് ഞാൻ പറയാം. ഡിസ്പെൻസേഷൻ, അതായത് യുഗം മാറിയത് ക്രൂശിലല്ല, പകരം അപ്പോസ്തലപ്രവർത്തികളിൽ എവിടെയോ ആണെന്ന്. എന്നാൽ അത് നിമിത്തം രണ്ട് തരം സുവിശേഷങ്ങളുണ്ട്. യഹൂദരോടുള്ള സുവിശേഷവും മറ്റൊന്ന് ജാതികളോടുള്ള സുവിശേഷവും. പിന്നെ ഇവരിൽ ചിലർ പറയും 4 തരത്തിലുള്ള സുവിശേഷങ്ങളും ഉണ്ടെന്ന്. ഇനി 5-മത്തെ അവരുടെ പഠിപ്പിക്കൽ, യേശു സ്ഥാപിച്ച സഭ, മത്തായി 16:18 യേശു സ്ഥാപിക്കും എന്ന് പറഞ്ഞ സഭയും പൗലോസിൻ്റെ സഭയും രണ്ടും രണ്ടാണ്.
ഇനി യേശുവിൻ്റെ പഠിപ്പിക്കൽ, അതായത് 4 സുവിശേഷങ്ങളിൽ നാം കാണുന്ന യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, അപ്പോസ്തല പ്രവൃത്തികൾ, എബ്രായർ മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ, ഇതൊന്നും നമ്മുടെ മേൽ ബാധകമല്ല എന്നവർ പഠിപ്പിക്കും. ഫെൽഡിക്ക് പറഞ്ഞത് പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയത് കൊണ്ട്, കാരണം യഹൂദന്മാർക്കാണ് എഴുതിയത്, അതുകൊണ്ട് ആ എബ്രായർക്ക് ലേഖനവും വിജാതീയ സഭയ്ക്ക് ബാധകമല്ല. അതുകൊണ്ട് അങ്ങനെ ആ പഠിപ്പിക്കൽ നിമിത്തം അവർ പറയും റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലേമോൻ്റെ ആ ലേഖനം വരെ 13 പുസ്തകങ്ങൾ മാത്രമേ നമ്മുടെ മേൽ ബാധകമായി ഉള്ളൂ എന്ന്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ വേറെ ഒരു റെഡ് ലെറ്റർ എഡിഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുക. അതായത് പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അവർ പഠിപ്പിക്കും. അപ്പോൾ തന്നെ യേശു പറഞ്ഞ പഠിപ്പിക്കലുകളെ അവർ അവഗണിക്കും. ഇപ്രകാരമുള്ള എല്ലാ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ നിമിത്തം പല പ്രശ്നങ്ങളുണ്ട്. ചില പ്രധാനപ്പെട്ടവയാണ്. അവർ പറയും മാനസാന്തരം വേണ്ട, വിശ്വാസ സ്നാനം വേണ്ട, പിന്നെ ഗ്രേറ്റ് കമ്മീഷൻ, മഹാദൗത്യവും ഇതെല്ലാം നിയമത്തിൻ്റെ കീഴിലായിരുന്നത് കൊണ്ട് അതൊന്നും വിജാതീയ സഭ, ജാതികളുടെ സഭയുടെ മേൽ ബാധകമല്ല. ഞാൻ അവരുടെ ഉപദേശത്തെ ഡീറ്റെയിൽഡായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. പകരം ഞാൻ ചെയ്യുവാൻ പോകുന്നത് എന്താണ് യഥാർത്ഥ ബൈബിൾ ഉപദേശം. അത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇവരുടെ തെറ്റായിട്ടുള്ള ഉപദേശത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന് ഞാനൊന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി 1-2 കാര്യങ്ങളൊന്ന് പറയണം. ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ പറയും അവർ ഡിസ്പെൻസേഷനലിൻ്റെ കീഴിലാണ് അവർ നിൽക്കുന്നതെന്ന്. പക്ഷേ അത് ക്ലാസിക്കൽ ഡിസ്പെൻസേഷനലിസം അല്ല. പകരം അവർ ഹോൾഡ് ചെയ്യുന്നത് ഹൈപ്പർ ഡിസ്പെൻസേഷനലിസമാണ്. അതായത് ഡിസ്പെൻസേഷണൽ തിയോളജി പ്രകാരം, ഡിസ്പെൻസേഷണൽ വേദശാസ്ത്രം പ്രകാരം നിയമത്തിൻ്റെ ആ യുഗത്തിൽ നിന്ന് കൃപയുടെ യുഗത്തിലേക്കുള്ള ആ ചേഞ്ച് സംഭവിച്ചത് ക്രൂശിൻ്റെ സംഭവത്തിങ്കിലാണ്. ഞാനിതിനെപ്പറ്റിയെല്ലാം മുമ്പ് ഈ ഡിസ്പെൻസേഷണലിസത്തിനെ പറ്റിയെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഉടമ്പടികൾ സ്ഥാപിക്കുന്നത് തന്നെ രക്തം ചൊരിഞ്ഞാണ്. അപ്പോൾ യേശു ക്രൂശിനെ മുന്നമേൽ കണ്ടുകൊണ്ട് യേശു ലൂക്കോസ് 22:20 പറയുകയാണ്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, നിയമത്തിൻ്റെ കീഴിലുള്ള ശാപത്തിൽ നിന്ന് എബ്രഹാമിൻ്റെ അനുഗ്രഹം വിജാതീയരിലേക്ക് വരുന്ന കാര്യം സംഭവിച്ചത് ക്രൂശിൻ്റെ സംഭവത്തിങ്കിലാന്ന്. ഗലാത്യർ 3:13-14 വ്യക്തമായി അത് പറയുന്നു. തിരുവഴുത്തിലുടനീളം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ക്രൂശ് അല്ലാതെ മറ്റൊരു സംഭവത്തിലുമല്ല ഈ നിയമത്തിൽ നിന്ന് കൃപയുടെ യുഗത്തിലേക്കുള്ള ചേഞ്ച് സംഭവിച്ചതെന്ന്. പക്ഷേ ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ പറയുന്നത് അതിൽ തന്നെ വ്യത്യാസമുണ്ട്. ഈ ചേഞ്ച് സംഭവിച്ചത് ചിലർ പറയും അപ്പോസ്തല പ്രവൃത്തികൾ 9, മറ്റു ചിലർ അപ്പോസ്തല പ്രവൃത്തികൾ 13, ചിലർ 28-ാമത്തെ അധ്യായം. അങ്ങനെ അവരിൽ തന്നെ വ്യത്യാസമുണ്ട് എപ്പോഴാണ് ഈ യുഗത്തിൻ്റെ ചേഞ്ച് സംഭവിച്ചതെന്ന്. എന്നിട്ട് അവർക്ക് അത് തെളിയിക്കുവാനായിട്ടുള്ള രീതിയിൽ ഒരു തിരുവെഴുത്തുമില്ല. ഇനി 2 സഭകളുണ്ടോ? യേശു സ്ഥാപിച്ച സഭയും, അതായത് പെന്തക്കോസ്ത് നാൾ തുടങ്ങിയ സഭയും, പൗലോസ് സ്ഥാപിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത സഭയും, ഇത് രണ്ടും 2 എന്ന് പറഞ്ഞാൽ വളരെ റിഡിക്കുലസ് ആണ്, വളരെ പരിഹാസ്യമാണ്. യേശു മത്തായി 16:18 പറഞ്ഞത് നോക്കി, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു അവിടെ ഉദ്ദേശിച്ചത് തൽക്കാലത്തേക്കുള്ള യഹൂദന്മാർ മാത്രം നിറഞ്ഞ ഒരു സഭയാണോ? അത് വളരെ റിഡിക്കുലസ്, വളരെ പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. യേശു പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ അതിനെ, അതായത് യേശുവിൻ്റെ സഭയെ ജയിക്കുകയില്ല. അതിൽ നിന്ന് വ്യക്തമല്ലേ ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും യേശുവിൻ്റെ സഭ. യേശു പണിയുമെന്ന് പറഞ്ഞത് കുറച്ച് നാളത്തേക്ക് ടെമ്പററി ആയിട്ട് തൽക്കാലത്തേക്കുള്ള എന്തോ താണക്കെട എന്തോ ഒരു എൻറ്റിറ്റിയും, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പം അതിനേക്കാൾ മേൽത്തരമായി എന്തോ, അതിനേക്കാട്ടിലും എന്നേക്കും നിലനിൽക്കുന്ന എന്തോ, അതും യേശു അല്ല, ഒരു മനുഷ്യൻ പണിയുന്ന സഭയായിരിക്കും എന്നാണോ യേശു ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. ഈ 2 ഗോസ്പൽ ഉണ്ട് എന്ന് പറയുന്നവർ അവർ ഇതും പറയും, എക്ലേസിയ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥവും മാറിക്കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതിനും തിരുവഴുത്തിൽ നിന്ന് ഒന്നുമില്ല അവർക്ക് തെളിയിക്കുവാൻ.
അപ്പോസ്തല പ്രവർത്തികൾ 8 അതായത് യെരുശലേമിൽ പൗലോസ് ഉപദ്രവിച്ച സഭയും അപ്പോസ്തല പ്രവർത്തികൾ 20 അതായത് എഫേസസിൽ ഈ ഏത് സഭയാണോ അഡ്രസ്സ് ചെയ്യുന്നത് ആ സഭയെല്ലാം തന്നെ ഈ രണ്ടും ഒരേ എൻറ്റിറ്റി തന്നെയാണ്, യേശുവിൻ്റെ സഭ. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുന്നത് ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, യഹൂദിയൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. പൗലോസ് അവിടെ തെസ്സലോനിക്കയിൽ ഉള്ള വിജാതീയരടങ്ങുന്ന സഭയും യഹൂദിയയിലുള്ള യഹൂദന്മാരടങ്ങുന്ന സഭയും തമ്മിൽ ഒരു വേർതിരിവും താൻ കാണിച്ചില്ല. അവർ രണ്ടുപേരും എക്ലേസിയ, യേശുവിൻ്റെ സഭ, വേർതിരിക്കപ്പെട്ട കൂട്ടം എന്നാണ് താൻ വിളിക്കുന്നത്. താൻ യഹൂദിയയിലുള്ള സഭകളെയും എക്ലേസിയ എന്ന് പറഞ്ഞ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേ പദമാണ് തെസ്സലോനിക്കയിലുള്ള സഭയും വിളിക്കുന്നത്. 1 തെസ്സലോനിക്കർ 1:1 നാം അത് കാണുന്നു. പൗലോസ് ഇതേ പദപ്രയോഗം എക്ലേസിയ തന്നെയാണ് ഗലാത്യർ 1:22 ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള എക്ലേസിയ, സഭയില്ല, ഒരൊറ്റ എക്ലേസിയ, ഒരൊറ്റ സഭയേ ഉള്ളൂ, യേശുവിൻ്റെ സഭ. ഇനി 2 പുതിയ നിയമങ്ങളുണ്ടോ? ഈ ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർ പറയും 2 പുതിയ നിയമങ്ങളുണ്ട് എന്നുള്ളത്. അതായത് ഒന്ന് യഹൂദരോടുള്ളത്, മറ്റൊന്ന് വിജാതീയരോടുള്ളത്. അത് തന്നെ എന്ത് റിഡിക്കുലസ് ആണ്, എന്ത് പരിഹാസ്യമാണ്. ഇപ്രകാരമുള്ളവർ പൗലോസ് ആത്മാവിൽ 2 തിമോത്തിയോസ് 3:16-17 എഴുതിയ വാക്യങ്ങളെ തള്ളിക്കളയുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ഉപദേശത്തിന് ഗുണമുള്ളതാണ്. പൗലോസ് ഊന്നിപ്പറയുന്നുണ്ട്, യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ മേൽ ബാധകമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 20:35, 1 കൊരിന്ത്യർ 11:24-25. പിന്നെ എബ്രായർക്കെഴുതി ലേഖനം എഴുതിയ ആൾ വ്യക്തമായി പറയുന്നു, പൗലോസ് അല്ല, പകരം യേശുവാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടിൻ്റെ ഏറ്റവും പരമമായ അൾട്ടിമേറ്റായിട്ടുള്ള വെളിപ്പാടെന്ന്. എബ്രായർ 1:1-2 ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എബ്രായർ ഇതും കൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, യേശുവിൻ്റെ വാക്കുകളെ അവഗണിച്ചാലുള്ള അപകടം. എബ്രായർ 2:2-4 ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതെ, പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷനാൽ ദൈവശ്വാസ്യത്താൽ തന്നെയാണ് എഴുതിയത്. ദൈവം പൗലോസിനെ ശക്തമായിട്ട് ഉപയോഗിച്ചു ദൈവത്തിൻ്റെ സഭയ്ക്ക് കറക്റ്റായിട്ടുള്ള തിയോളജി, കറക്റ്റായിട്ടുള്ള വേദശാസ്ത്രം കൊടുക്കുവാൻ. അതിപ്പം വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, സഭ എങ്ങനെയായിരിക്കണം, അന്ത്യകാലം, സഭയിലെ ചിട്ടകൾ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും എഴുതുവാൻ, എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ദൈവം പൗലോസിനെ എടുത്തുപയോഗിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ യേശുവിനെപ്പറ്റി മാത്രമേ പിതാവാം ദൈവം പറഞ്ഞുള്ളൂ. ലൂക്കോസ് 9:35 വായിക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്ക. ഇപ്രകാരമുള്ള വ്യാജ ഉപദേഷ്ടാക്കന്മാർ, അതിപ്പം ഫെൽഡിക്കാന്നേലും പറയും, ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും യഹൂദർക്കെഴുതിയ പുസ്തകങ്ങളാണ്. ശ്രദ്ധിക്കണം, ലൂക്കോസ് 1:3 അപ്പോസ്തല പ്രവർത്തികൾ 1:1 വ്യക്തമായി പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും അഡ്രസ്സ് ചെയ്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത് തിയോഫിലസ് എന്ന് പറഞ്ഞ ഒരു വിജാതീയന. അതുകൊണ്ട് തന്നെ ആ 2 പുസ്തകങ്ങളും വിജാതീയർക്കെഴുതിയതാണ്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ വിജാതീയർക്ക് ബാധകമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരു വിജാതീയനായ ലൂക്കോസിനെ, നമുക്കത് കൊളോസ്യർ 4:10-14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് അതിനുള്ള ക്ലൂ കിട്ടുന്നത്. അപ്പോൾ വിജാതീയനായ ലൂക്കോസിനെ ദൈവം എടുത്ത് എന്നിട്ട് തിയോഫിലസ് എന്ന് പറയുന്ന ഒരു വിജാതീയന് ഈ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും എഴുതിച്ചത്, അതൊന്നും ഈ വിജാതീയർക്ക് ബാധകമല്ലെങ്കിൽ ചിന്തിക്കണം. മാത്രവുമല്ല, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നത് AD 60 ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ പറയും AD 60
പൗലോസിന് ഈ രണ്ട് തരം സുവിശേഷങ്ങൾ, രണ്ട് തരം സഭകൾ എന്നതിനെ പറ്റിയുള്ള വെളിപ്പാട് ലഭിച്ചു എന്നുള്ളത്. ആൻഡ് അവരിതും പറയും, ആ സമയമായപ്പോഴേക്കും സഭയെന്ന് പറയുന്നത് വിജാതീയരടങ്ങുന്ന പൗലോസിൻ്റെ സഭയാണെന്നും അവർക്ക് യേശുവിൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് യേശുവിൻ്റെ വാക്കുകൾ വേണ്ട, അല്ലെ യേശുവിൻ്റെ വാക്കുകൾ അവരുടെ മേൽ ബാധകമല്ല എന്നിവർ പറയും. എൻ്റെ ചോദ്യം, AD 60 ഈ യെരുശലേമിൽ നടക്കുന്ന സംഭവങ്ങളും യേശുവിൻ്റെ വാക്കുകളും പൗലോസിൻ്റെ സഭയുടെ മേൽ ബാധകമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ലൂക്കോസ് എന്ന വിജാതീയനെ എടുത്ത് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എഴുതിച്ച് തിയോഫിലസ് എന്ന വിജാതീയനെ അഡ്രസ്സ് ചെയ്ത് എഴുതിയത്? അതായത് ഈ രണ്ട് പുസ്തകങ്ങളും വിജാതീയർക്ക് കേന്ദ്രീകൃതമായി എഴുതിയതുമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? ചിന്തിക്കണം. യേശു മത്തായി 5:19 പറഞ്ഞത് ഇപ്രകാരമുള്ള വ്യാജ ഉപദേഷ്ടാക്കന്മാരെയും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കണം. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇനിയിപ്പം ഗ്രേറ്റ് കമ്മീഷൻ റിജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം, മഹാദൗത്യം വേണ്ട എന്ന് പറയുന്ന കാര്യം. വ്യാജ ഉപദേഷ്ടാക്കന്മാർ പറയും ഗ്രേറ്റ് കമ്മീഷൻ, അതായത് യേശു കൊടുത്ത മഹാദൗത്യം, സകലരെയും പോയി സ്നാനപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ആ കൽപ്പന യഹൂദ സഭയ്ക്ക് കൊടുത്തതാണെന്നും അത് നിയമത്തിൻ്റെ കീഴിലായതുകൊണ്ട്, അതായത് അവർ പറയും പൗലോസിൻ്റെ വെളിപ്പാടിന് മുമ്പുള്ളതെല്ലാം നിയമത്തിൻ്റെ കീഴിലാണ്, അതുകൊണ്ട് ഈ കൽപ്പനയും എല്ലാം നിയമത്തിൻ്റെ കീഴിലായതുകൊണ്ട് അതൊന്നും ജാതികളായിട്ടുള്ളവരുടെ മേൽ ബാധകമല്ലാന്ന്. യേശുവിൻ്റെ കൽപ്പനയൊന്ന് നോക്കി, മത്തായി 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അവിടെ ജാതികൾ എന്നുള്ള അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക്, അതായത് ഒറിജിനൽ ഗ്രീക്ക് ന്യൂ ടെസ്റ്റമെൻറ്റ്, ഗ്രീക്ക് പുതിയ നിയമത്തിൽ, ഗ്രീക്കിലാണല്ലോ പുതിയ നിയമം ഒറിജിനലി എഴുതിയത്. അപ്പോൾ ആ ഭാഷയിൽ ആ ജാതികൾ എന്ന് പറയുന്ന ആ പദത്തിന് എത്നെ, അതായത് നേഷൻസ്, ജാതികൾ, യഹൂദരല്ലാത്ത ആരെല്ലാം ഉണ്ടോ അവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കൽപ്പന പ്രകാരം സകല ജാതികളെയും ശിഷ്യരാക്കണമെന്ന് തന്നെയാണ് യേശു ഉദ്ദേശിച്ചത്. അതായത് വിശ്വസിക്കുന്ന ഏവനെയും സ്നാനം കഴിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യരാക്കണമെന്നാണ് യേശു ഉദ്ദേശിച്ചത്. അപ്പോൾ യേശു പറഞ്ഞത് യേശുവിൻ്റെ സഭ ഒരു സഭയേ ഉള്ളൂ, അതിൽ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് യഹൂദരും ജാതികളും എല്ലാവരും കൂടുന്ന ഒരൊറ്റ സഭ. ഇനിയിപ്പം രണ്ട് തരം സുവിശേഷങ്ങളുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ പറയും രണ്ട് തരത്തിലുള്ള സുവിശേഷങ്ങളുണ്ട് എന്നും യേശു പ്രസംഗിച്ചത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണെന്നും പൗലോസ് പ്രസംഗിച്ചത് വിശ്വാസത്തിൽ കൃപയാലുള്ള രക്ഷയുടെ സുവിശേഷമാണെന്നും. എന്നിട്ട് അവർ പറയും ഈ രണ്ട് തരം സുവിശേഷങ്ങൾ രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണെന്നും. അവരിതും പറയും പൗലോസ് മാനസാന്തരം പ്രസംഗിച്ചില്ല എന്നും, നേരെ മറിച്ച് യോഹന്നാൻ സ്നാപകനും യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരുമെല്ലാം മാനസാന്തരവും പ്രസംഗിച്ചു രക്ഷയുടെ കൂട്ടത്തിലുള്ള സന്ദേശമായി. നമ്മൾ പുതിയ നിയമം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവരീ പറയുന്നത് ദുരുപദേശമാണെന്നുള്ളത്. ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ പറയും പൗലോസ് ഗോസ്പലിനെ, സുവിശേഷത്തെ ഡിഫൈൻ ചെയ്യുന്നത് 1 കൊരിന്ത്യർ 15:1-4 വരെയുള്ള വാക്യങ്ങളാണ്. അത് കറക്റ്റാണ്. പക്ഷേ അതിനുശേഷം അവർ പറയും ആ സുവിശേഷം അപ്പോസ്തോലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യാസമുള്ളതാണെന്ന്. നേരെ ചൊവ്വേ ആ അധ്യായം വായിക്കാത്തവർ മാത്രമേ ഇപ്രകാരമുള്ള മണ്ടത്തരത്തിലൊക്കെ ചെന്ന് കൺക്ലൂഡ് ചെയ്യുള്ളൂ. 5-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കേഫ, അതായത് പത്രോസും 12 പേരും കണ്ടു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 500 സഹോദരന്മാരും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. 7-ാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ യാക്കോബും അപ്പോസ്തോലന്മാരും കണ്ടു. 8-ാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പൗലോസ് കണ്ടു. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത് ഞാനാകട്ടെ അവരാകട്ടെ ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഈ വണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. അവിടുത്തെ അവർ എന്ന് പറയുന്നത് പത്രോസ്, 12 പേര്, 500 പേര്, യാക്കോബ്, അപ്പോസ്തോലന്മാർ. അപ്പോൾ പൗലോസ് പറയുന്നത് അവരും താനും
പ്രസംഗിച്ചത് ഒരേ സുവിശേഷമാണ്. കൊരിന്ത്യൻസിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസും യാക്കോബും 12 പേരും 500 പേരും പൗലോസും പ്രസംഗിച്ച സന്ദേശത്തിൻ്റെ മേൽ തന്നെയാണ് കൊരിന്ത് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. റോമർക്ക് ലേഖനത്തിൽ പൗലോസ് ഡീറ്റെയിൽഡായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് യഹൂദനും ജാതിയും, അതായത് യഹൂദനും വിജാതീയനും ഒരുപോലെ പാപം ചെയ്തിരിക്കുന്നത്. ഒരു കൂട്ടർ നിയമം വെച്ചുകൊണ്ട് തെറ്റ് ചെയ്തു, മറ്റൊരു കൂട്ടർ നിയമമില്ലാതെ, അതായത് മോശയിലൂടെ കൊടുത്ത ആ ന്യായപ്രമാണത്തിൻ്റെ നിയമമില്ലാതെ തന്നെ വിജാതീയനും തെറ്റ് ചെയ്തു. റോമർ 2:12. എന്നിട്ട് റോമർ 3:23 പൗലോസ് വ്യക്തമായി പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നിട്ട് യഹൂദനും വിജാതീയനും ഒരുപോലെ മരണത്തിന് കുറ്റം വിധിക്കപ്പെട്ടവരാ. റോമർ 5:12. എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പൗലോസ് 2 അധ്യായങ്ങൾ, അതായത് റോമർക്കെഴുതിയ ലേഖനം 3ഉം 4ഉം അധ്യായങ്ങൾ എടുത്ത് താൻ എക്സ്പ്ലെയിൻ തെളിയിക്കുകയാണ്. യഹൂദർ, നിയമത്തിൻ്റെ കീഴിലുള്ള യഹൂദരും അല്ലാതുള്ള വിജാതീയരും രണ്ടുപേരും ഒരേ രീതിയിലാണ് രക്ഷിക്കപ്പെടുന്നത്. എങ്ങനെ? വിശ്വാസത്താൽ മാത്രം. പൗലോസ് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് റോമർക്ക് ലേഖനത്തിൽ, ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ, യഹൂദനാണെങ്കിലും വിജാതീയനാണെങ്കിലും. റോമർ 1:16 പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. യഹൂദനാണെങ്കിലും വിജാതീയനാണെങ്കിലും ഒറ്റ സുവിശേഷമേ ഉള്ളൂ. ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാർ യേശു കർത്താവിനെക്കാട്ടിലും മുകളിലായി പൗലോസിനെ ഉയർത്തുവാൻ നോക്കും. പക്ഷെ പൗലോസ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തലപ്രവൃത്തികൾ 20:24, 25. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, പൗലോസ് ദൈവകൃപയുടെ സുവിശേഷവും പ്രസംഗിച്ചു, പൗലോസ് ദൈവരാജ്യവും പ്രസംഗിച്ചു. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേ അപ്പോസ്തലൻ പ്രസംഗിച്ച ഒരേ സന്ദേശം. അത് 2 തരത്തിലുള്ള സന്ദേശങ്ങളോ 2 തരത്തിലുള്ള സുവിശേഷങ്ങളോ അല്ല. 2 ഡിഫറൻറ്റ് ആസ്പെക്റ്റുകൾ, 2 വ്യത്യസ്ത വശങ്ങളാണ് ഒരേ സുവിശേഷത്തിൻ്റെ 2 വ്യത്യസ്ത വശങ്ങൾ. ഗലാത്യർ 2 പൗലോസ് തെളിയിക്കുന്നുണ്ട് താൻ പ്രസംഗിച്ച സന്ദേശവും പത്രോസും മറ്റ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സന്ദേശവും ഒരേ സുവിശേഷമാണെന്നുള്ളത്. താൻ ഇത് ഊന്നിപ്പറയുന്നുണ്ട്. തനിക്ക് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരുടെ നിന്നൊന്നും ഒരു സന്ദേശവും ലഭിച്ചില്ല. തനിക്ക് ലഭിച്ചത് യേശുവിങ്കിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാണെന്ന് താൻ വ്യക്തമാക്കുന്നു. എന്നിട്ട് 14 വർഷത്തിന് ശേഷം പൗലോസ് യെരുശലേമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ താൻ കണ്ടത് താൻ പ്രസംഗിച്ചതും ആ 12 അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സന്ദേശവും ഒരേ സന്ദേശമാണെന്ന് താൻ അവിടെ പറയുന്നുണ്ട്. ഗലാത്യർ 2:6 പറയുന്നത്, ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല, പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. അവിടെ പ്രമാണികൾ എന്ന് പറയുന്നത് യെരുശലേമിലെ അപ്പോസ്തലന്മാരെക്കുറിച്ചാണ്. പക്ഷേ ഈ 2 സുവിശേഷങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവർ അവരുടെ വാദം മുന്നോട്ട് വെക്കുന്നത് അടുത്ത ആ വാക്യത്തിൻ്റെ ദുർവ്യാഖ്യാനം വെച്ചാണ്. ഗലാത്യർ 2:7 പറയുന്നത്, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്. ഇതിൽ നിന്ന് അവർ പറയും 2 തരത്തിലുള്ള സുവിശേഷങ്ങളുണ്ടെന്നുള്ളത്. പക്ഷേ അവർ ചെയ്യുന്നത് 7ാമത്തെ വാക്യത്തെ അതിൻ്റെ ലോക്കൽ പശ്ചാത്തല ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് പറിച്ചെടുത്താണ് അവരത് പറയാൻ ശ്രമിക്കുന്നത്. വാക്യം 6 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ 2 കൂട്ടരും, അതായത് പൗലോസ് പ്രസംഗിച്ചതും പത്രോസും മറ്റ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സന്ദേശവും ഒന്ന് തന്നെയായിരുന്നുവെന്ന്. അപ്പോൾ ഈ വാക്യം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് പൗലോസ് വിജാതീയരിലേക്ക് സുവിശേഷം കൊണ്ടുപോകും, നേരെ മറിച്ച് മറ്റുള്ളവർ, അതായത് പത്രോസും കൂട്ടരും മറ്റ് അപ്പോസ്തലന്മാരും യഹൂദന്മാരുടെ ഇടയിലേക്ക് സുവിശേഷം കൊണ്ടുപോകും. ഇത് വളരെ വ്യക്തമായി പൗലോസ് 8ഉം 9ഉം വാക്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും
ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിന് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. കണ്ടോ, 2 തരം സുവിശേഷങ്ങളില്ല, 2 ഓഡിയൻസുകളേ ഉള്ളൂ, 2 തരം സദസ്സുകളേ ഉള്ളൂ. സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നേരെ ചൊവ്വേ ഒരു അധ്യായം പോലും ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്തവർ വളരെ പോപ്പുലറായ, വളരെ ഇൻഫ്ലുവൻഷ്യൽ, വളരെ പലരെയും സ്വാധീനിക്കുവാൻ പറ്റുന്ന പോപ്പുലർ ടീച്ചേഴ്സായി മാറുന്നതിലാണ് സർപ്രൈസിങ്. പക്ഷേ അങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. പല ബൈബിൾ വാക്യങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് അവർ പറയുന്നത് സ്ഥാപിക്കുവാൻ ബൈബിളിനെ വളച്ചൊടിച്ച് പറയുവാൻ ശ്രമിക്കും. അതിനെയാണ് ടെക്നിക്കലി ഞങ്ങൾ വിളിക്കും എയ്സിജിസിസ്. ബൈബിളിലുള്ള വാക്യങ്ങളെ അതിൻ്റെ എല്ലാം ഇമ്മീഡിയറ്റ് ആ പശ്ചാത്തലം, ആ കോണ്ടക്സ്റ്റിൽ നിന്ന് നാം അടർത്തിയെടുത്താൽ നമുക്ക് ബൈബിളിനെ കൊണ്ട് എന്തും പറയിപ്പിക്കുവാൻ പറ്റാം എന്നൊരു നിലയിലേക്ക് പോകും. നേരെ മറിച്ച് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഓരോ വാക്യങ്ങളും അതിൻ്റെ ലോക്കൽ കോണ്ടക്സ്റ്റ്, അത് കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറവും കിടക്കുന്ന വാക്യങ്ങളുടെ പശ്ചാത്തലം, അത് കിടക്കുന്ന അധ്യായത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, പിന്നെ എൻറ്റയർറ്റി ഓഫ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പൂർണ്ണതയിലെ പശ്ചാത്തലവും അതെല്ലാം വെച്ചുകൊണ്ട് വേണം ബൈബിളിലെ വാക്യങ്ങൾ വ്യാഖ്യാനിക്കുവാൻ. അതാണ് എക്സിജിസിസ്, അതായത് യഥാർത്ഥ ബൈബിൾ വ്യാഖ്യാനം, ബൈബിളിലെ അർത്ഥം പുറത്തു കൊണ്ടുവരിക. കറക്റ്റായിട്ടുള്ള ബിബ്ലിക്കൽ ഹെർമന്യൂട്ടിക്സ്, കറക്റ്റായിട്ടുള്ള വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനിയിപ്പോൾ പൗലോസ് മാനസാന്തരം പ്രസംഗിച്ചോ? അത് നോക്കാം. ഈ 2 തരം സുവിശേഷങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവർ പറയും, വിജാതീയരോടുള്ള സുവിശേഷത്തിൻ്റെ ഭാഗമല്ലായിരുന്നു മാനസാന്തരമെന്ന്. യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 24:47 വാക്യത്തിൽ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ലൂക്കോസ് ഒരു വിജാതീയനായ തിയോഫിലസിന് എഴുതുന്ന സുവിശേഷത്തിൽ നിന്നാണിത്. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും, അതായത് യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞതാണത്. മാനസാന്തരം എവിടെയെല്ലാമാണ് പ്രസംഗിക്കേണ്ടത്? യെരുശലേമിൽ മാത്രമാണോ? അല്ല, സകല ജാതികളുടെ ഇടയിലും മാനസാന്തരം പ്രസംഗിക്കണം. അവിടെയും ജാതികൾ എന്ന് പറയുന്ന ആ പദത്തിന് മൂലഭാഷയായ, ഒറിജിനൽ ഭാഷയായ ഗ്രീക്ക് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് എത്നെ, അതായത് യഹൂദരല്ലാത്ത മറ്റേവരും ജാതികളാണ്. അപ്പോൾ അവരുടെ ഇടയിലെല്ലാം റിപ്പൻറ്റൻസ്, മാനസാന്തരം പ്രസംഗിക്കണം. പൗലോസ് യഹൂദരോടും വിജാതീയരോടും ഗോസ്പൽ, അതായത് സുവിശേഷം പ്രസൻറ്റ് ചെയ്തപ്പോൾ താൻ പറയുന്നുണ്ട് റോമർ 2:4 ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? പിന്നീടും റോമർ 6:1-2 പൗലോസ് പറയുന്നു, ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപം സംബന്ധമായി മരിച്ചവരെ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇത് മാനസാന്തരപ്പെടുവാനുള്ളൊരു കൽപ്പനയല്ലേ? പിന്നെയും പൗലോസ് മാനസാന്തരത്തെപ്പറ്റി വിവരിക്കുന്നത് 1 തെസ്സലോനിക്കർ 1:9 ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും. കണ്ടോ, മാനസാന്തരമാത്. അപ്പോൾ യഹൂദനാണേലും വിജാതീയനാണേലും പൗലോസ് വ്യക്തമായി പറയുന്നു, രക്ഷയുടെ ഭാഗമാണ് മാനസാന്തരം. അത് ഇനിയും അനേക വാക്യങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 7:9-10, 2 തിമോത്തിയോസ് 2:25, അപ്പോസ്തല പ്രവർത്തികൾ 17:30, 20:21, 26:20 എന്നിങ്ങനെയുള്ള വാക്യങ്ങളിലെല്ലാം വ്യക്തമാക്കുന്നു മാനസാന്തരം വേണം, രക്ഷയുടെ ഭാഗമാണ് മാനസാന്തരം. പൗലോസിൻ്റെ ഭാഷാശൈലിയിൽ ടേണിംഗ് ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, മനസ്സിലും ആത്മാവിലും പുതുക്കം പ്രാപിക്കുക എന്നിങ്ങനെയുള്ള ഭാഷാശൈലിയാണ് അവൻ ഉപയോഗിച്ചത്. മാനസാന്തരത്തിന് പകരമായി ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അവൻ ഉപയോഗിച്ചു. പക്ഷെ എന്തായാലും തൻ്റെ എല്ലാ ലേഖനങ്ങളിലും മാനസാന്തരം എന്ന ആശയം വളരെ വ്യക്തമായി പൗലോസ് വ്യക്തമാക്കിയിരുന്നു. ഇനിയിപ്പം ഈ ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർ പറയുമായിരിക്കും, ഈ പറഞ്ഞ പുസ്തകങ്ങളൊന്നും ഇന്ന് നമ്മുടെ മേൽ ബാധകമല്ല. യേശു മത്തായി 24:35 പറഞ്ഞത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. പിന്നെ ബൈബിളിൽ എബ്രായർക്ക് ലേഖനം 4:12 വ്യക്തമാക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്നതും
ചൈതന്യമുള്ളതും ഏത് തലമുറയിലുള്ളവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതുമാണെന്ന് ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുന്നു. പൗലോസ് ഇപ്രകാരം ദുരുപദേശം പഠിപ്പിക്കുന്നവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം താൻ ആത്മാവിൽ 1 തിമോത്തിയോസ് 6:3-5 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവനൊന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർ യേശുവിൻ്റെ വാക്കുകളെ എഗ്രി ചെയ്യുന്നില്ല, പകരം യേശുവിൻ്റെ വാക്കുകളെ കോൺട്രഡിക്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ അതിനെ തള്ളിക്കളയും. അവരുടെ വിഗ്രഹമായ പൗലോസ് തന്നെ പറയുന്നു, അവരുടെ മനസ്സുകൾ കറപ്റ്റാണ്, ദുർബുദ്ധിയായിപ്പോയി അവരുടെ മനസ്സിൽ, അവരിൽ സത്യമില്ല. എന്നിട്ട് ആ വേദഭാഗം പറയുന്നത് പോലെ അങ്ങനെയുള്ളവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞിരിപ്പീൻ. അതുകൊണ്ട് ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ, യേശുവിൻ്റെ സുവിശേഷം. ആ സുവിശേഷം പറയുന്നത് സകലരും പാപികളാണ്. പക്ഷേ നാം മാനസാന്തരപ്പെട്ട് യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ജീവിതത്തിൻ്റെ കർത്താവായി യേശുവിനെ അംഗീകരിച്ചു കഴിഞ്ഞ് പിതാവ് പുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ സമർപ്പിക്കുമെങ്കിൽ ദൈവം നമുക്ക് സൗജന്യമായി നിത്യജീവൻ കണക്കിടും. അത് ആരായിരുന്നാലും, യഹൂദനായാലും വിജാതീയനായാലും ദൈവം സൗജന്യമായി നിത്യജീവൻ കണക്കിടും. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.